ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഈദിനായി ചെയ്ത ഒരുക്കങ്ങളുമാണ് ഇത്തവണത്തെ വ്ളോഗ്. ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ മുല്ല നിറയെ മുട്ടിട്ട് പൂത്തു നിൽക്കുന്ന ദിവസങ്ങളായിരുന്നു റമദാൻ്റെ അവസാന ദിനങ്ങൾ. ആ ദിവസങ്ങളിൽ ഞാൻ മുല്ലയൊക്കെ പൊട്ടിച്ചെടുത്ത് പ്ലാസ്റ്റിക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് അപ്പൂസിൻ്റെ മുടിയിൽ ചൂടിക്കൊടുക്കാലോ എന്ന് കരുതിയിട്ടാണ്. ഇതിൻ്റെ തലേ ദിവസം തന്നെ ബിരിയാണിക്കുള്ള ബീഫും ഉള്ളിയും ഒക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ ഇത് വീടിനുള്ളിൽ തന്നെയാണല്ലോ. അടുത്ത ബന്ധു വീട്ടിലേക്ക് പോലും പോകാനാവാത്ത ലോക്ക്ഡൗൺ ഡേയ്സാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഈദിൻ്റെ മാധുര്യം ചോർന്നു പോകാതിരിക്കാൻ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഈദൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പൂസോട് പെരുന്നാളിന് തലേന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ കൈകളിലും നഖത്തിലുമൊക്കെ മെയിലാഞ്ചി വെക്കുന്നതൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് ഇൻട്രസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനായി ഹെന്ന തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പൂനെയും കൂട്ടിയിട്ട് ഞാൻ മൈലാഞ്ചി ഇലകൾ നുള്ളാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ കുഞ്ഞു കുളത്തിനരികിലായിട്ടൊരു വലിയ മൈലാഞ്ചി മരം ഉണ്ട് കേട്ടോ. മൈലാഞ്ചി ചെടി നിറയെ പൂത്തെളിഞ്ഞ് കിടപ്പാണ്. അങ്ങനെ ഞാനും അപ്പവും ചേർന്ന് മൈലാഞ്ചി ഇലകൾ നുള്ളിയെടുത്ത് വെയിലത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ശേഖരിച്ച മുല്ല ഒരു വലിയ കൊട്ട നിറയെ ആയിട്ടുണ്ട്. അതേതായാലും ഒന്ന് കോർത്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ അപ്പൂസിനെ കൂട്ടിയിട്ട് ഞാൻ സൂചിയിൽ നൂലിടുന്നതും നൂലിൻ്റെ അറ്റത്ത് എങ്ങനെയാണ് കുടുക്കിട്ട് കെട്ടുന്നതൊക്കെയെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ജാസ്മിനും വന്ന് ഞങ്ങൾക്കൊപ്പം ചേർന്നു. സ്വന്തമായിട്ട് മാല കോർത്തതിൻ്റെ സന്തോഷം അപ്പൂന് നല്ലൊരു അനുഭവമായിരുന്നു. അവളത് നല്ലോണം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നന്നായി കാറ്റ് വീശാൻ തുടങ്ങി. കാലാവസ്ഥ പൊടുന്നനെ മാറുന്നതിൻ്റെ ഞെട്ടലിലായിരുന്നു ഞാൻ. കാലത്ത് നല്ല വെയിലുണ്ടായതായിരുന്നു. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി നമ്മൾ ഉണക്കാനിട്ട മൈലാഞ്ചി ഇലകളൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ മൈലാഞ്ചി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ മൈലാഞ്ചി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ കൈകളിലേക്ക് അല്ലെങ്കിൽ നഖത്തിലേക്ക് വെക്കുന്നത്. നഖത്തിന് അപ്പം അപ്പൂസിൻ്റെ കൈക്കും നഖത്തിനൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് കൊടുത്തു, നോമ്പ് മുറിച്ചു. നമ്മൾ രാത്രി ആകുമ്പോഴേക്കും നല്ല ഇടിയും മിന്നലൊക്കെ ആയിരുന്നു. കറണ്ടൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ. പിറ്റേന്ന് പുലർച്ചെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ബിരിയാണിക്കായുള്ള ഒരുക്കം തുടങ്ങി. ബീഫൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യവും തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഒക്കെ പെട്ടെന്ന് തന്നെ ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റി.
ഇതിന് പള്ളിയിലേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ മറുവാൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണ്. അപ്പൂസ് സ്കേറ്റ് ബോർഡിൽ നീന്തി കളിക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയുടെ പണിയൊക്കെ തീർത്ത് ഞാനിപ്പോൾ കോഴി പൊരിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുട്ടികൾ തമ്മിൽ കശപിശ വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ 4 പേർ കോഴിക്കാൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൂസിൻ്റെ മുടിയൊക്കെ ചീകൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവളുടെ മുല്ലപ്പൂവ് ചൂടിക്കൊടുക്കുന്നുണ്ട്. സാധാരണയായി ഇതിൻ്റെ അന്ന് ഞങ്ങൾ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. ചായയും എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ലഞ്ചിലേക്ക് കടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ സൈഡ് ഡിഷായിട്ട് സാലഡും ചമ്മന്തിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ കുട്ടികളുടെ ബാപ്പയില്ലാത്ത പെരുന്നാളാണ്, ആ ഒരു സങ്കടമുണ്ട്. പോരാത്തതിന് നമ്മുടെ ബന്ധുക്കളെ ഒന്നും സന്ദർശിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ഫുഡൊക്കെ എടുത്തു വെച്ച സമയത്ത് മറുവാനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് മുറ്റത്തിറങ്ങി നോക്കിയതാണ്. അവന് പൂച്ചക്കുട്ടി മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങാൻ പറ്റാത്തത് കണ്ടിട്ട് അവിടെ ആകെ അമ്പരന്ന് നിൽപ്പാണ്. വീട്ടുമുറ്റത്തെ നെല്ലിമരത്തിൻ്റെ മുകളിൽ മെയ് കയറിയിട്ടുണ്ട്. അവൾ ഒരാവേശത്തിന് കയറിയതാണ്, തിരിച്ചിറങ്ങാൻ പറ്റാതെ അവിടെ കിടന്ന് വട്ടം തിരിയുകയാണ്. അപ്പം അതിനെ താഴെ ഇറക്കാനുള്ള പാടുപെടലാണ് മറുവാൻ. അവിടെ പിന്നെ ഓർമ്മ Hey, come here. Come here. May. അവസാനം മെയ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയം അപ്പു റോസാപ്പൂക്കളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഫ്ലവർ വേസിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് എവിടെയും പോകണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈദിനെന്നല്ല, ലോക്ക്ഡൗൺ ഡേയ്സിൽ ഞങ്ങൾ സാധാരണ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല, എവിടെയും പോകാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെയാണെന്ന് കരുതുന്നു. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ പുറത്തിറങ്ങുക, അല്ലാത്ത സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണിത് ഗവൺമെൻറ് നമ്മളോട് പറയുന്നത്.
ഫുഡ് എറിഞ്ഞെടുത്തോടെ അങ്ങോട്ടേക്ക്. വൈകുന്നേരം മാസിൻ്റെ ഫ്രണ്ട് യാസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മാസിനും കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പവും റഫയും ടെറസിൻ്റെ മുകളിൽ നിന്നായിരുന്നു ഈദ് വിഷസൊക്കെ കൈമാറിയത്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈദ് വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയും വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് അതിതീവ്രമായി തിരിച്ചു വന്നിരിക്കുകയാണ്. പോരാത്തതിന് മഴയും നേരത്തെ കാലത്തെ എത്തിയിട്ടുണ്ട്. അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു കാലാവസ്ഥാ ഭീഷണിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചത് കൊണ്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.